ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 27 ആണ് ഇനി നോക്കുന്നത്. നിങ്ങൾ ഒരു അപകട സ്ഥലത്ത് എത്തുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. പോലീസിനെ വിളിക്കുക, മറ്റു ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക, ആംബുലൻസ് വിളിക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മറ്റു ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് വാഹനത്തിൻ്റെ തകരാർ കാരണം, ദുഷ്കരമായ റോഡ് കാരണമോ അല്ലെങ്കിൽ കാലാവസ്ഥ സാഹചര്യങ്ങൾ മൂലമോ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം. റോഡ് അപകടത്തിൽ പെടുന്ന ഏറ്റവും അധികം ഡ്രൈവർമാരുടെ പ്രായപരിധി. ഓപ്ഷൻസ് നോക്കാം. 36 മുതൽ 45 വയസ്സ് വരെ, 55 വയസ്സും അതിൽ കൂടുതലും, 46 മുതൽ 55 വയസ്സ് വരെ, 17 മുതൽ 25 വയസ്സ് വരെ. ആൻസർ 17 മുതൽ 25 വയസ്സ് വരെ. അടുത്ത ചോദ്യം. പ്രായമായ ഒരാളുടെ ഡ്രൈവിംഗ് കഴിവിനെ താഴെ പറയുന്ന എന്ത് കുറവാണ് ബാധിക്കുക? ഓപ്ഷൻസ് നോക്കാം. റോഡ് അടയാളങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച, വാഹനത്തിൽ പാട്ട് വയ്ക്കുന്നത്, വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നതിനുള്ള കുറവ്, സിഗ്നലുകൾ ശരിയായി നൽകാൻ കഴിയാത്തത്. ആൻസർ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നതിനുള്ള കുറവ്. അടുത്ത ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഓപ്ഷൻസ് നോക്കാം. മറ്റൊരു ട്രാഫിക്കും അടുത്തില്ല എന്ന് നിങ്ങൾ തൃപ്തനാകുന്നത് വരെ, ഒറ്റക്കൈ കൊണ്ട് ഓടിക്കാൻ പറ്റാത്ത പക്ഷം, കാരണം അത് മുന്നിലുള്ള വഴിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ചേക്കാം, വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാകും. ആൻസർ കാരണം അത് മുന്നിലുള്ള വഴിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ചേക്കാം. അടുത്ത ചോദ്യം. നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. വാഹനം ഓടിക്കുന്നതിന് മുൻപ് വൈദ്യോപദേശം തേടുക, അത്യാവശ്യ യാത്രകളിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് പരിമിതപ്പെടുത്തുക, സ്ഥിരം ലൈസൻസ് ഉടമയോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക, കുറഞ്ഞ ദൂരത്തേക്ക് മാത്രം ഡ്രൈവ് ചെയ്യുക. ആൻസർ വാഹനം ഓടിക്കുന്നതിന് മുൻപ് വൈദ്യോപദേശം തേടുക. അടുത്ത ചോദ്യം. നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തുവെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുക, പക്ഷേ ഒരു വിൻഡോ തുറക്കുക, സാധാരണയേക്കാൾ പതുക്കെ ഡ്രൈവ് ചെയ്ത് റേഡിയോ ഓണാക്കുക, ഡ്രൈവ് ചെയ്യുന്നതിന് മുൻപ് വിശ്രമിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മദ്യപാനം കഴിക്കുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ശാന്തമാക്കുക. ആൻസർ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ശാന്തമാക്കുക. അടുത്ത ചോദ്യം. മറ്റൊരു വാഹനത്തിൻ്റെ ഡ്രൈവറുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിച്ചു, അതിൽ നിങ്ങൾക്കെങ്ങനെ ശാന്തമാകാം? ഓപ്ഷൻസ് നോക്കാം. വാഹനം നിർത്തി ചെറുതായി ഒന്ന് വിശ്രമിക്കുക, അധിക്ഷേപകരമായ ഭാഷയിൽ ആക്രോശിക്കുക, നിങ്ങളുടെ കൈകൊണ്ട് അവരോട് ആംഗ്യ കാണിക്കുക, ഹെഡ്ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് അവരുടെ കാറിനെ പിന്തുടരുക. ആൻസർ വാഹനം നിർത്തി ചെറുതായി ഒന്ന് വിശ്രമിക്കുക. അടുത്ത ചോദ്യം. മദ്യം ആദ്യം ബാധിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. കാഴ്ച, സംസാരം, കേൾവി, വിധി നിർണയം. ആൻസർ വിധി നിർണയം. അടുത്ത ചോദ്യം. വൈകുന്നേരം വാഹനം ഓടിക്കണം, നിങ്ങളെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു, നിങ്ങളുടെ ഏറ്റവും നല്ല നടപടി എന്താണ്? ഓപ്ഷൻസ് നോക്കാം. 2 പെഗ് മദ്യം കഴിക്കാം, മദ്യം ഒട്ടും കുടിക്കരുത്, മദ്യം കഴിക്കുന്നതിന് മുൻപ് കുറച്ച് പാൽ കുടിക്കുക, നിങ്ങളുടെ ലഹരി പാനീയങ്ങൾക്കൊപ്പം ചൂടുള്ള ഭക്ഷണം കഴിക്കുക. ആൻസർ മദ്യം ഒട്ടും കുടിക്കരുത്. അടുത്ത ചോദ്യം. ഒരു പാർട്ടിയിൽ കുറച്ച് മദ്യം കഴിച്ച ഡ്രൈവർക്ക് നിങ്ങൾ എന്തുപദേശമാണ് നൽകേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. 1 കപ്പ് കാപ്പി കുടിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുക, ശ്രദ്ധയോടെയും സാവധാനത്തിലും വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുക, പൊതുഗതാഗതത്തിൽ വീട്ടിലേക്ക് പോകുക,
കുറച്ചു നേരം കാത്തിരുന്ന ശേഷം വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുക. ആൻസർ പൊതുഗതാഗതത്തിൽ വീട്ടിലേക്ക് പോകുക. അടുത്ത ചോദ്യം, ലഹരി പാനീയങ്ങളല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ ഏകാഗ്രതയെ ഗുരുതരമായി ബാധിക്കുക? ഓപ്ഷൻസ് നോക്കാം. മയക്കുമരുന്ന്, ക്ഷീണം, ഉച്ചത്തിലുള്ള സംഗീതം, മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം, റോഡരികിൽ വാഹനത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവർക്ക് എപ്പോൾ വേണമെങ്കിലും വാതിൽ തുറക്കാം. ഇല്ല, വാതിൽ തുറക്കുന്നത് കണ്ടാൽ വരുന്ന വാഹനം നിർത്തി കൊടുക്കണം. ഇല്ല, വാഹനത്തിൻ്റെ വാതിൽ തുറക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. അതെ, നിങ്ങൾ റോഡ് ഉപയോക്താക്കൾക്ക് അപകടമുണ്ടാക്കാനോ ട്രാഫിക് തടസ്സപ്പെടുത്താനോ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിൻ്റെ വാതിൽ തുറക്കരുത്. ആൻസർ അതെ, നിങ്ങൾ റോഡ് ഉപയോക്താക്കൾക്ക് അപകടമുണ്ടാക്കാനോ ട്രാഫിക് തടസ്സപ്പെടുത്താനോ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിൻ്റെ വാതിൽ തുറക്കരുത്. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് നിങ്ങളുടെ ഒരു സുരക്ഷിത ഡ്രൈവർ ആക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ സുരക്ഷയ്ക്കും മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കും ഞാൻ ഉത്തരവാദിയാണ്. തകരുകയോ തകരാതിരിക്കുകയോ ചെയ്യുന്നത് ഭാഗ്യത്തിൻ്റെ കാര്യമാണ്. മറ്റു റോഡ് ഉപയോക്താക്കൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. മറ്റു ഡ്രൈവർമാർ അശ്രദ്ധരാണ്. എനിക്ക് സുരക്ഷാ ബോധമുണ്ട്. ആൻസർ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ സുരക്ഷയ്ക്കും മറ്റു റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയ്ക്കും ഞാൻ ഉത്തരവാദിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ്, ഒരു റോഡ് അറ്റ്ലസ്, കത്തുന്ന മെറ്റീരിയൽസ്, ടൂൾ കിറ്റ്. ആൻസർ കത്തുന്ന മെറ്റീരിയൽ. അടുത്ത ചോദ്യം നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. എല്ലാ കാൽനട ക്രോസിങ്ങുകളിലും കാൽനടയാത്രക്കാർക്ക് അവകാശമുണ്ട്. കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ അവകാശമില്ല. കാൽനടയാത്രക്കാർ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കണം. റോഡ് ക്രോസിങ്ങുകളിൽ കാൽനടയാത്രക്കാർ സാവധാനം നീങ്ങണം. ആൻസർ എല്ലാ കാൽനട ക്രോസിങ്ങുകളിലും കാൽനടയാത്രക്കാർക്ക് അവകാശമുണ്ട്. അടുത്ത ചോദ്യം, ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത്. നിങ്ങൾ മൾട്ടി ടോൺ ഉള്ള ഹോൺ ഉപയോഗിക്കരുത്. അനാവശ്യ ശബ്ദം ഉണ്ടാക്കി വാഹനം ഓടിക്കരുത്. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, ചരക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് യാത്രക്കാരെ കൊണ്ടുപോകാം. ഓപ്ഷൻസ് നോക്കാം. ട്രെയിലറിൽ, വാഹനത്തിൻ്റെ ബോഡിയിൽ, കൂലിക്കോ പ്രതിഫലത്തിനോ വേണ്ടി യാത്രക്കാരെ കയറ്റാൻ കഴിയില്ല. ആൻസർ യാത്രക്കാരെ കയറ്റാൻ കഴിയില്ല. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം രേഖകൾ കൊണ്ടുപോകേണ്ടതില്ല? ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻവോയ്സ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ആൻസർ ഇൻവോയ്സ്. ലാസ്റ്റ് ചോദ്യം നോക്കാം. നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ ഇനി പറയുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻസ് നോക്കാം. യൂണിഫോമിലുള്ള പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ, യൂണിഫോമിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ, സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം.
ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.